യെസ്, റെഡിയാണ്. ആ, ഞാൻ വന്നുകൊണ്ടിരിക്കുക. ആ, ഈവനിങ് ഞാൻ എത്തിയേക്കാം. ശരി, ഓക്കെ. ഷാജി, ഓ, നീ ഒന്ന് അച്ചായനെ കാണണം. എപ്പോ? ഈവനിങ്. ഓ യെസ്. ആരാടെ ഈ കുന്തം? അറിയില്ല, ആരും ആവാം. ഏതായാലും നമ്മുടെ റേഞ്ചിൽ കയറി കളിക്കാനൊന്നും ആയിട്ടില്ല ഫ്രെഡി. ഷാജി, മാർട്ടിൻ. നീരാളി മാർട്ടിൻ. കുന്തം എന്തായാലും കൊള്ളാം. ഞാനെന്ത് തപ്പട്ടെ? തപ്പിയാ പോരാ, കിട്ടണം. ഇതൊക്കെ മുളയിലേ നുള്ളിക്കളയണം. എടാ, എന്താടാ വധൂരി നീ ഫോൺ വിളിച്ചെടുക്കാത്തെ? വണ്ടി എടുക്കാൻ ഫോൺ എടുക്കാൻ പാടില്ല. എടാ, എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. നീ കടം തുറന്നിട്ട് വെച്ച് വായി നോക്കാൻ എങ്ങും പോയേക്കരുത്. ആ, എന്താ മോളെ ഈ വഴിക്കൊക്കെ? ഫോണൊന്ന് റീചാർജ് ചെയ്യണമായിരുന്നു. അച്ഛൻ്റെ പെൻഷൻ വാങ്ങാൻ പോയതാ. എന്നാ ശരി, ഓക്കെ മോളെ, ഞാൻ പോട്ടെ. നിന്നെ ഞാൻ വിളിക്കാട്ടോ. ശരി. ഇപ്പൊ കുറച്ച് തിരക്കില്ല. അച്ഛനോട് അന്വേഷണം പറയണം കേട്ടോ. ഇത്ത പോയാ? ഇന്നും നേരം വൈകിയല്ലേ? ഇങ്ങനെയാൽ രസീത് വേറെ ആളെ വെക്കും. ഇതൊക്കെ എന്ത് ജോലി? ഇതൊക്കെ വെറും മറയല്ലേ? എങ്ങനെ? ഈ കുന്തം കുന്തം കേട്ടിട്ടുണ്ടോ? കുന്തം വെച്ചാ ആരാ? ആരാ? മുന്നിൽ തന്നെ നിക്കല്ലേ? എവിടെ? അവിടെ ഒന്നല്ല, ഈ ഞാൻ തന്നെ. പുറത്ത് ആരോട് ഇത് പറയരുത്. കുട്ടി പേടിക്കാതിരിക്കാനാ ഞാൻ പറഞ്ഞത്. അതിന് കുന്തത്തെ എന്തിനാ പേടിക്കുന്നത്? എന്നാലും ഈ പൊക്കം വെച്ച് അത് ഞാൻ ഈ കുഞ്ഞു നടക്കുന്നതല്ലേ, ഇല്ലെങ്കിൽ സംശയം തോന്നും. ഞാൻ ഈ വീട്ടിലൊരു അധികപ്പറ്റാ. അല്ലേലും ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. എത്ര പ്രാവശ്യം പറയണം? ഇതിലും ഭേദം അവിടെ പാടാൻ പോയെങ്കിൽ എന്തെങ്കിലും ആയേനെ. അല്ലെങ്കിലും ഇതിപ്പോ എത്രാമത്തെ തവണയാ? അവനിങ്ങനെ വെറുതെ നടക്കുന്നത് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടം. എന്റെ അനിയനല്ലേ? എന്റെ ഷെറിനെ ജോസേട്ടൻ കടയൊറിഞ്ഞ കാര്യം കേട്ടറിഞ്ഞു വന്നതാ, അല്ലാതെ ഞാൻ വിളിച്ചു വന്നൊന്നുമല്ല. അല്ലേലും ഫൈസലിനൊരു കട ഏറ്റെടുത്ത് നടത്താനുള്ള ത്രാണിയൊന്നുമില്ല. ആര് പറഞ്ഞു? റസിയന്റെ കട നോക്കി നടത്തുന്നത് ഫൈസലല്ലേ? സ്വന്തം കടയാകുമ്പോ ഉത്തരവാദിത്തം കൂടെയുള്ളൂ. വേണ്ട,
ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. രാവിലെ തന്നെ നീ ഇങ്ങനെ കിടന്ന് കീറല്ലേ? ഓ, ഇപ്പൊ അതിനായ കുറ്റം? ഓ, എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഞാനിങ്ങനെ എപ്പോഴും പറയുന്നോണ്ട് എന്നെ ഒരു വിലയില്ല. എന്റെ തലവിധി, അല്ലാതെ ഇപ്പൊ എന്താ പറയാ. എന്റെ ഷെറിനെ നീ ഒന്ന് നിർത്ത്. ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പുറത്തിറങ്ങിയില്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റെങ്കിൽ ഞാൻ ചെയ്തേനെ. അതും നടക്കുന്നില്ലല്ലോ ഇപ്പൊ. ഇതൊക്കെ ആരോട് പറയാനാ? അല്ലെങ്കിൽ എന്റെ സങ്കടം കാണാനും കേൾക്കാനും ഇവിടെ ഒന്നും ആർക്കും നേരമില്ല. പണിയെടുത്ത് എന്റെ നടുവൊടിയാ. അത്ര തന്നെ. ഞാനീ പറയണ എന്തേ നിങ്ങൾ കേൾക്കുന്നുണ്ടോ മനുഷ്യ? ഇന്നും ബസ് മിസ്സായോ? വേഗം കയറി പിടിച്ചോ. പോ. എല്ലാരും ചോദിക്ക ആരാ ഈ സുന്ദരി കൊച്ചെന്ന്. 150. പിന്നെ പപ്പ എനിക്ക് മൊബൈൽ വാങ്ങിച്ചിടാൻ ഇറങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം കൂടി ആയിക്കോട്ടെ. ഡബിള് പോളേട്ടാ. ആ ജോസേട്ടൻ, എല്ലാരും ഉണ്ടല്ലോ. ഇന്ന് രാവിലെ ആരുടെ വിധിയാണാവോ? എന്താ സേവരെ, നീ പുതിയ കടയൊക്കെ തുടങ്ങാൻ പോകുന്നത് കേട്ടാർന്നല്ലോ, ശരിയാണോ? കടയൊന്നും അല്ല സേതാലിക്ക, പിന്നെ ഒരു ഓഫീസാ, ചെറിയൊരു പരിപാടിയാ. അല്ല, നിന്റെ കല്യാണക്കാരിയൊക്കെ എന്തായി? ഒരു 2 കൊല്ലത്തിനുള്ളിൽ നടക്കുവോ? ഇവൻ ഇനി കാണാൻ കേരളത്തിൽ പെണ്ണൊന്നും ബാക്കിയില്ല അല്ലയോടാ? അത് ശരി. കളിയാക്കണ്ട. എന്നെ കെട്ടാൻ ഭാഗ്യമുള്ള പെണ്ണ് ഈ നാട്ടിലെങ്ങും ഇല്ലാന്ന് അങ്ങോട്ട് കൂട്ടിയാൽ മതി. ഓ എന്ന്. അതെ, ഒരു കാര്യം കൂടി എനിക്ക് അങ്ങോട്ട് ഓർമ്മിപ്പിക്കാനുണ്ട്. ഈ പെണ്ണ് കാണൽ പരിപാടി ഞാൻ അങ്ങോട്ട് നിർത്തി. അത് നന്നായി, അല്ലെങ്കിൽ നിന്റെ തടി ഇനിയും കൂടും. എന്ത് സംഭവാ തുടങ്ങിയത്? ഞാൻ പുതിയൊരു സൈറ്റ് തുടങ്ങി. 10,000 പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ഇപ്പം എൻ്റെ പക്കലുണ്ട്. അത് വെച്ച് ഞാനൊരു സംരംഭം അങ്ങോട്ട് തുടങ്ങി. സേവിയേഴ്സ് ടൈം. സേവിയേഴ്സ് ടൈമോ? സേവ് യുവേഴ്സ് ടൈം. സമയം കളയാതെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പുത്തൻ സൈറ്റ്. ഭയങ്കര. സേവരെ, അതുകൊണ്ട് നിന്റെ കല്യാണം നടക്കുവോ? പിന്നില്ല സേതാലി, രജിസ്റ്റർ ചെയ്യാൻ വരുന്നതിൽ നല്ല കേസ് ഞാൻ അങ്ങോട്ട് പൊക്കും. കമ്മീഷൻ ലാഭിക്കാലോ. പിന്നെ ഈ ആടൊക്കെ അങ്ങോട്ട് വന്നു കയറിയ നല്ലൊരു വരുമാനവും. അതെ, ഞാൻ ഒരെണ്ണം തുടങ്ങാനിരുന്നതാ. ഇനിയിപ്പൊ അത് അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചു. ആടോ? ഈ ആടെന്നൊക്കെ പറയുമ്പോ ആടല്ല, ഈ ആട്. നഗരത്തിൽ വീണ്ടും കുന്തം. ബിനി പീഡനക്കേസിലെ പ്രതിയെ കുന്തം കൊലപ്പെടുത്തുന്ന വീഡിയോ വാട്സപ്പിൽ. പോലീസ് പരക്കം വായി. അല്ല സീതാലിക്ക, ഈ കുന്ത ആരായിരിക്കും? ഇവരുടെ നമ്പർ വല്ലതും കിട്ടുമോ? പിന്നെ അവരിവിടെ ദിവസേന വന്ന് ചായ പിടിച്ചു പോണ ടീമല്ലേ. നീ ഒന്ന് പോടാ സേവരെ. അല്ല, നിനക്ക് എന്നാത്തിനാ കുന്തത്തിന്റെ നമ്പർ? എന്റെ പൊന്നു സീതാലിക്ക, സംഗതി അവരൊരു ഉഗ്രൻ ടീമാ. ഇവരുടെ ആട് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയ നമ്മുടെ സൈറ്റിന് അതൊരു ഉഗ്രം ബൂസ്റ്റപ്പ് ആവും. നീ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ടോ. ഒരാടിനെ പിടിച്ച് കുന്തോന്ന് എഴുതി സൈറ്റിൽ കെട്ടിയിട്ടാ മതി, സംഗതി ഉഷാറാ. അത് നന്നായിരിക്കും. അപ്പൊ കാണാം. ഹലോ. കുഞ്ഞച്ചൻ ചേട്ടോ, നാളെ പോയിട്ട് കാണാം. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഭയങ്കര തിരക്കിലല്ലേ. ആകെ മൊത്തം കുന്തം, ആകെ മൊത്തം കുന്തമാണെന്ന്. കുഞ്ഞിന്റെ കയ്യിൽ വരെ കുന്തം ബാൻഡാന്ന് ഞാനിവിടെ പറഞ്ഞതാന്ന്. റസിയ, ഞാനിവിടെ പുതിയൊരു സ്റ്റോർ തുടങ്ങിയിട്ടുണ്ടെന്ന്. ഭയങ്കര കച്ചവടമല്ലേ. കുറച്ചുനാൾ ഇതിലൊന്ന് പിടിച്ചു നിൽക്കണം. ഞാൻ പോട്ടെ, ഭയങ്കര തിരക്കല്ലേ എനിക്ക്. അപ്പൊ കാണാം. ശരി, ഇവിടെ ഇരിക്ക, ഞാൻ ഇപ്പൊ വരാട്ടോ. ഇനി ചേട്ടൻ ഇതങ്ങോട്ട് വായിക്ക്, അതിങ്ങോട്ട് തന്നെ. കുട്ടികളെല്ലാവരും ഹാജരായിട്ടുണ്ടല്ലോ. എല്ലാരും ഉണ്ട്. സൈതാലിക്ക, ദാ നിങ്ങളുടെ മൊബൈല് പുത്തനാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഒരു കുറവുണ്ടായിരുന്നിട്ടാ 2 ദിവസമായിട്ട്. പിന്നെ റസിയ, നമ്മുടെ സേവിയറിനെ കുന്തത്തിന്റെ നമ്പർ വേണം, വല്ല രക്ഷയുണ്ടോ?
നമ്പരൊക്കെ തരാം, പക്ഷേ കമ്മീഷൻ വേണം. പറ്റുമോ? വേണ്ട. ഓ വേണ്ടേ? അയ്യോ, ഞാൻ മറന്നു. ഞാൻ പോട്ടെ. അല്ല, ഇതിന് കാശ് വേണ്ടേ? അതൊക്കെ പിന്നെ മേടിച്ചോളാം. ആണോ? ഹലോ ഹലോ, റോങ് നമ്പർ. റിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടില്ലേ ഉള്ളൂ. സോറിടാ. പോവാം, നമുക്ക് പോവാം. സ്കൂളെത്തി ഇറങ്ങിക്കോ. ബാഗ് എടുത്തോ. ബൈ ബൈ. ഓക്കേ ആന്റി, ബൈ. പോട്ടെ. ഡി ഡി. ഓ, മറന്നു. താങ്ക് യു ആന്റി, ബൈ. ബൈ. ആ റസ്യ, നീ അറിയോ കുന്തത്തെ? അവരുമായി ബന്ധപ്പെടാനുള്ള നമ്പറോ അഡ്രസ്സോ മറ്റോ? ടീച്ചറും കുന്തം ഫാനാണല്ലേ? അതൊന്നുമല്ല, നീ പറ. ഒരു വഴിയുണ്ട്. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാ മതി. കുന്തം പറന്നു വരില്ലേ? ആണോ? എന്താ കാര്യം? അതൊക്കെ ഉണ്ട്. എന്നാ ശരി, നീ പൊക്കോ. എന്നാ ശരി. ആ, അത് ഇന്ന് തന്നെ ടോക്കൺ അടിക്കാ. ആ, ഓക്കെ. അതെ, ഒരു ചായ. പിന്നെ അന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു 20 സെന്റ് സ്ഥലവും വീടും, അത് ഞാൻ ഒരാളെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് പോയല്ലോ സൈതാലിക്ക. അത് ദുബായിലുള്ള ജോസുട്ടൻ അഡ്വാൻസ് കൊടുത്തില്ലേ? അത് പോയാ? ഹേയ്, ഞാനിപ്പോ അവിടെ നിന്നല്ലേ ഇങ്ങോട്ട് വരണേ. അതും പോയി. രണ്ട് ടീ. കുന്തം പൊരിച്ച് റേപ്പിസ്റ്റുകളെ പൊക്കി നൈസായി പോടണം. കുന്തം ഫ്രീക്കാട്ടാ. ആ ചായ എന്താണോ? കുന്തം ബലാത്സംഗ വീരനെ കൊല്ലുന്ന വീഡിയോ. അപ്പൊ പുതിയ വീഡിയോ ഇറങ്ങിയോ? പത്രത്തിന് ന്യൂസ് ഉണ്ട്. ഇവിടെ ഇപ്പൊ എന്തിനൊരു കുന്തം? ഇവിടെ പോലീസ് നിയമമൊക്കെ ഉള്ളതല്ലേ? ആ, അത് ടോമിച്ചൻ പറയരുത്. കുന്തം ജനങ്ങൾക്ക് നന്മയെ ചെയ്യുന്നുള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞപ്പോ കുന്തം ഫാനാ. പൂമ്പാറ്റകളെ പോലെ പാറി പറന്ന് നടക്കുന്ന കൊച്ചു കുട്ടികളെ കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊന്നു കളയുന്നവരെ നമ്മളൊക്കെ ചെയ്യാൻ കൊതിക്കുന്നതാ ഈ കുന്തം ചെയ്തുകൊണ്ടിരിക്കുന്നേ. അവൻ ആൺകുട്ടിയാ. നിയമം അവരെ പിടിച്ചുകൊണ്ടുപോയി 5-6 കൊല്ലം ജയിലിലിട്ട് തീറ്റി പോറ്റി ഒടുവിൽ തെളിവില്ല, പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞ് അവരെ വിടുമല്ലോ. അവിടെയാണ് കുന്തത്തിന്റെ പ്രസക്തി. ശരിക്കും പറഞ്ഞാലേ കുന്തം ഉള്ളത് നല്ലതാ. അവര് നല്ലവരാ ടോമിച്ച, അവര് നല്ലവരാ. ഒന്നോർത്ത നല്ലതാ. ബലാത്സംഗത്തിന് വധശിക്ഷ തന്നെ വേണം. ചെയ്താലിക്ക കട്ട ഫാനാണോ? നിങ്ങൾ അറിയോ കുന്തത്തെ? ഇനിയിപ്പം നിങ്ങളാണോ കുന്തം? അല്ല, പുള്ളി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഇവിടെ. സൈതാലിക്ക, ആ ടിവിയുടെ റിമോട്ട് ഒന്ന് എടുത്തു. റിമോട്ട് അവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ റിമോട്ട് എവിടെ വെച്ചാലും അവിടെ കാണില്ല. നിങ്ങളുടെ പേരെന്താണ്? കുമാർ. കുമാർ. ഒരു റിമോട്ട് എവിടെ കയറി ഒളിച്ചിരിക്കായിരുന്നല്ലേ? ആ, കിട്ടിയ ആ ന്യൂസ് വെച്ചേ. നമ്മുടെ റിമോട്ട് കിട്ടിയിട്ടുണ്ട്. കുന്തം നാട്ടിൽ ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിയമം ചെയ്യേണ്ടത് ചെയ്യാതായപ്പോ കുന്തം ശിക്ഷ നടപ്പാക്കുന്നു. വി സപ്പോർട്ട് കുന്തം. ഓക്കെ, കുന്തത്തെ കുറിച്ച് വളരെ വളരെ നല്ല അഭിപ്രായങ്ങളാണ് ജനങ്ങൾ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് അടുത്ത ആളുകളിലേക്ക് പോവാം. ബലാത്സംഗ വീരന്മാർക്ക് പേടി സ്വപ്നമായി കൊണ്ടിരിക്കുന്ന കുന്തം ജനങ്ങൾക്കിടയിൽ ഒരു തരംഗമായി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ജനങ്ങൾക്ക് കുന്തത്തെ കുറിച്ച് പറയാനുള്ളതെന്ന് കേൾക്കാം. കുന്തം ഇവിടെയൊക്കെ ഉള്ളത് ഞങ്ങൾക്കൊക്കെ ഒരു ധൈര്യമാണ്. കുന്തത്തെ അറിയാവുന്നവരാരും ഈ പണിക്ക് നിൽക്കൂല. കുന്തത്തിന്റെ ഫാനാ ഞാൻ. ജനങ്ങളുടെ ആവേശപൂർണമായിട്ടുള്ള വാക്കുകളാണ് നമ്മൾ കുന്തത്തെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കുന്തത്തിന് വളരെയധികം സപ്പോർട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം കുന്തം വളരെ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നാണ്. കുന്തം എനിക്ക് ദൈവത്തെ പോലെ. എന്റെ കുഞ്ഞിനെ കൊന്നവരെ വെട്ടി അരിയുന്നത് എനിക്ക് കാണിച്ചു തന്നു. കുന്തത്തിന് വേണ്ടി എന്റെ ചങ്ക് പറിച്ചു കൊടുക്കും ഞാൻ. സാധാരണക്കാർക്കിടയിൽ ഒരു ധൈര്യമായി, ഒരു വിശ്വാസമായി കുന്തം മുന്നേറുകയാണ്. ആരാണ് ഈ കുന്തം? കാത്തിരുന്ന്